കോൺഗ്രസ് എറണാകുളം DCC ജനറൽ സെക്രട്ടറി MP മുരളീധരൻ പാർട്ടി വിട്ടു. തൃക്കാക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് MP മുരളീധരൻ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണം. നമ്മൾ പ്രേരിപ്പിച്ച ആരെയും കൊണ്ടുവരാനായിട്ടുള്ള അതല്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് അംഗീകരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും മണ്ഡലത്തിലെ പൊതുചിത്രം ഒരു വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റില്ല. വളരെ നല്ല ഒരു പ്രവർത്തനം LDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ പത്രസമ്മേളനത്തിലൊക്കെ പലപ്പോഴും കണ്ടല്ലോ. അതേ രീതിയിൽ തന്നെയാണ് സാധാരണ പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് ആളുകളുമായിട്ട് തട്ടിക്കയറുക, ബഹളം ഉണ്ടാക്കുക. ഞങ്ങളെപ്പോലുള്ളതെന്നല്ല, ആരോട് അദ്ദേഹം 40 പേരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ആ 40 പേർ ആരൊക്കെയാണെന്നുള്ളത് അറിയില്ല നമുക്ക്. പക്ഷേ നിയോജക മണ്ഡലത്തിലത്തെ പ്രധാനപ്പെട്ട 20 പേരെ ശരിക്കും കണ്ട് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ആ 20 പേരോട് പോലും ചോദിച്ചിട്ട് അങ്ങനെ നമുക്കറിയില്ല. എന്തായാലും സതീശിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചത്. ഈ കൊച്ചി കോർപ്പറേഷൻ BJP വോട്ട് നടത്തുന്നതാണ് കോൺഗ്രസ് വോട്ട് വർദ്ധിപ്പിച്ചു എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വോട്ട് ഗണ്യമായി കുറയുകയും ചെയ്തു. ഒന്നിലധികം വോട്ടുകൾ കുറഞ്ഞെന്നാണ്. ഇത് ഇങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പ് കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ കണക്കുകൾ പരിശോധിക്കൂ. ഇവിടെ ആകെ കഴിഞ്ഞ തവണ വിജയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലം വന്ന തൃപ്പൂണിത്തുറയിലെ ഫലമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കൊച്ചിയിലേത് ഫലം ഒരർത്ഥത്തിൽ ആവർത്തിക്കുകയാണ്. അപ്പോൾ തൃപ്പൂണിത്തുറയിലെ വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞ വോട്ട് കൃത്യം BJPക്ക് കൂടിയിരിക്കുകയാണ്. ആ കൊടുക്കൽ വാങ്ങൽ ദീർഘകാലമായിട്ടുള്ളതാണ്. ഇതെല്ലാം കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ കണക്കുകൾ വെച്ച് കള്ളം പറയുന്നവരോട് വെറുതെ സംവദിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അവസാനിപ്പിക്കാം. എറണാകുളം DCC ജനറൽ സെക്രട്ടറി MP മുരളീധരൻ കോൺഗ്രസ് വിട്ടു. ഇനി CPM-നൊപ്പം ചേരും. ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനം M സ്വരാജിന്റെ സാന്നിധ്യത്തിൽ കൂടിയായിരുന്നു വാർത്താ സമ്മേളനം നടന്നത്.